ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. ഏതൊക്കെ റേഷൻ കാർഡിന് എന്തെല്ലാം ഉണ്ടാകും എന്നുള്ള വിവരങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ചെറിയ ചില പോരായ്മകളുണ്ട്. പുതിയ കാർഡായ NPI പൊതുവിഭാഗം സ്ഥാപനം കാർഡ്, പുതിയൊരു കാർഡ്, അഞ്ചാമത്തെ കാർഡ് അനുവദിച്ചു എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ കാർഡിനും ഈ മാസം വിഹിതങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് 10 കിലോ അരി കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു, സ്പെഷ്യൽ അരി. അതിന്റെ ഒരു പ്രഖ്യാപനം ഈ ഒരു ലിസ്റ്റിലില്ല. അത് വരും ദിവസങ്ങളിൽ ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്കാണ്. മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് കഴിഞ്ഞ അതേപോലെ തന്നെയാണ് 30 കിലോ അരി, 5 കിലോ ഗോതമ്പ് സൗജന്യമായിട്ട് 21 രൂപ നിരക്കിൽ പഞ്ചസാര, വൈദ്യുതീകരിച്ച വീടിന് 1/2 ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത വീടിന് 4 ലിറ്റർ മണ്ണെണ്ണയും ലിറ്ററിന് 40 രൂപ നിരക്കിൽ മണ്ണെണ്ണയ്ക്ക് വില കൂട്ടിയിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൊല്ലം, പത്തനംതിട്ട ജില്ലയിലുള്ള മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1 കിലോ ഗോതമ്പ് കുറച്ച് ആട്ടയായിരിക്കും പകരം നൽകുക. അതിന് 6 രൂപ നൽകേണ്ടി വരും. ഇനി PHH പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾ, അവർക്ക് ലഭിക്കുന്നത് ഒറ്റയ്ക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് ലഭിക്കുക. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 കിലോ ഗോതമ്പ് കുറച്ച് പകരം ആട്ട നൽകുന്നതായിരിക്കും. അതിന് 8 രൂപ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾ നൽകേണ്ടി വരും. ഇനി NPS സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല റേഷൻ കാർഡുള്ള ആളുകൾക്കാണ്. അവർക്ക് 2 കിലോ അരി 4 രൂപ നിരക്കിലാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. അതാത് താലൂക്കിലെ ലഭ്യതക്കനുസരിച്ച് 1 മുതൽ 3 വരെ ആട്ടയും ലഭിക്കും. ഒരു ആട്ടയ്ക്ക് 17 രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക. അവർക്കും കഴിഞ്ഞ മാസം ഇല്ലാത്ത മണ്ണെണ്ണ ഈ മാസം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വെള്ള റേഷൻ കാർഡിന് 10 രൂപ 90 പൈസ നിരക്കിൽ 4 കിലോ അരിയും 1 മുതൽ 3 വരെ ആട്ട താലൂക്കിലെ ലഭ്യതക്കനുസരിച്ചുമാണ് ലഭിക്കുന്നത്. 17 രൂപ നിരക്കിൽ അവർക്കും ഈ മാസം മണ്ണെണ്ണയുണ്ട്. ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാർഡാണ് പൊതുവിഭാഗത്തിൽ സ്ഥാപനം NPI വിഭാഗം പുതിയ കാർഡായിട്ട്, അഞ്ചാമത്തെ ഒരു കാർഡായിട്ട് അനുവദിച്ചതാണ്. ബ്രൗൺ കളർ കാർഡായിട്ടുള്ള പുതിയ വിഭാഗം സ്ഥാപനത്തിലുള്ള അന്തേവാസികൾക്കൊക്കെയുള്ള ഒരു കാർഡാണ്. പുതിയ കാർഡ് അനുവദിച്ചതാണ്. അവർക്ക് ഒരു കാർഡിൽ 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും കിലോക്ക് 17 രൂപ നിരക്കിൽ ഒരു ആട്ടയും ലഭിക്കും. ഇത് അവരുടെ ആദ്യത്തെ റേഷൻ വിതരണമാണ്. ഈ മാസം മുതലാണ് അവർക്ക് റേഷൻ ആരംഭിക്കുന്നത്. അങ്ങനെയാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. ഈ പുതിയ വിഭാഗം NPI വിഭാഗത്തിനല്ലാത്ത, ബ്രൗൺ കളർ റേഷൻ കാർഡ് അല്ലാത്ത 4 റേഷൻ കാർഡിനും മണ്ണെണ്ണയുണ്ട് ഈ മാസം. കഴിഞ്ഞ മാസം നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് മണ്ണെണ്ണ ഉണ്ടായിരുന്നില്ല. അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് ഒരു മാറ്റം. നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് 10 കിലോ അരി സ്പെഷ്യലായിട്ട് നൽകുമെന്ന് പറഞ്ഞിരുന്നു. അതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ ഒരു പോസ്റ്റിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിന്റെ വിതരണത്തെ കുറിച്ചിട്ട് ഇപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ അതിന്റെ ഒരു വിതരണത്തെ കുറിച്ചിട്ട് വ്യക്തമാക്കും. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നാളെ ആ ഒരു അരിയുടെ വിതരണം ഉണ്ടാവുകയില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണത്തെ കുറിച്ച് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വരുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.